നമസ്കാരം ഗൈസ്. അങ്ങനെ ഞാൻ മറ്റേ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ പോയി കണ്ടായിരുന്നു. എനിക്ക് അന്ന് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന കംപ്ലൈൻ്റ് അല്ലേ, നമ്മൾ ബ്രീത്തിങ് സ്പേസ് കൊടുക്കണില്ല, നമ്മൾ ക്രൂരന്മാരും നിഷ്കുടരും ചൊക്കുടിയന്മാരും ഒക്കെ ആണെന്നൊക്കെയാണല്ലേ പറയണ. അല്ലെങ്കിൽ അവർ അടുത്ത ദിവസം പ്രസ് കോൺഫറൻസിൽ വന്ന് പറയട്ടെ, നമ്മളെല്ലാവരും കൂടെ ഇട്ട് ഡീഗ്രേഡ് ചെയ്യാണ്, നമ്മൾ പൈസ മേടിക്കുകയാണ്, പൈസ ഇവരൊക്കെ മറ്റേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മാനേജർമാരായിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ നോയിക്കൊണ്ട് ഇങ്ങനെ ഇവൻ പൈസ മേടിച്ച്. എന്നാൽ പിന്നെ അത് ഞാൻ പറയും, ഈ പൈസ മേടിച്ചുണ്ടാക്കണം എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഏത് നാറിയാണ് അത് ചെയ്യണമെന്നും നല്ല ധൈര്യം വെച്ചിട്ട് പറയണം. അതായത് ഇന്ന ചാനൽ കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറയടേ, അല്ലാതെ ഊഹാ ബോഹ അടിക്കുകയല്ലേ കേട്ടോ. എനിക്ക് അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എന്തിനാണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ശ്രീജിത്ത് വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് ഇത് റൈറ്റർ ആൻഡ് ഡയറക്ടർ. ആൻഡ് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതുപോലെ ജോണി ആൻ്റണി, ലാലു. പേഴ്സണലായിട്ട് പറയുക ജാലുവിലെക്സ് ഉണ്ട് കേട്ടോ ഇതിൽ. വളരെ കിട്ടിലെ റോളാണ്. പള്ളിയിലച്ചൻ, തగ్గടിക്കുന്ന പള്ളിയിലച്ചൻ. അത് പിന്നെ അറിയാമല്ലോ, അത് പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. പിന്നെ ഇതിൽ മഹത്തായ പരിപാടി എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്ൻ എന്നാണ്. ഇതിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് പീറ്റർ ഹെയ്ൻ ഒന്നും അല്ല ഡയറക്ഷൻ ചെയ്തേക്കണം. ആക്ഷൻ എവിടെയാണ് പീറ്റർ ഹെയ്ൻ വന്ന് ചെയ്തേക്കണം? എവിടെയാണ് പീറ്റർ ഹെയ്ൻ്റെ എന്തെങ്കിലും കാണിച്ചാൽ? പീറ്റർ ഹെയ്ൻ എന്നൊക്കെ പറയണത് അന്യൻ, പുഷ്പയിലൊക്കെ ചില ഫൈറ്റ് സീക്വൻസൊക്കെ പീറ്റർ ഹെയ്നാണ് ചെയ്തേക്കണം. എവിടെയാണ് നിങ്ങൾ പീറ്റർ ഹെയ്ൻ എവിടെയാണ് ഇവിടെ വന്ന് ആക്ഷൻ ചെയ്തത്? ഇത് ഞാൻ സത്യം പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ സ്റ്റോറി ഒന്നും ഞാൻ നോക്കണില്ല. നല്ല 2 ആക്ഷൻ സീക്വൻസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയാനിടേ. അതുപോലും ഇല്ല. ഇടിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് തല്ലുകൊള്ളി ചന്തുവിനെയാണ് ഞാൻ ആ സിനിമയെ കണ്ടത്. നല്ല നൂന്ന് നിന്ന് നമ്മുടെ വൺ പീസിൽ ലൂഫി ഇടി വാങ്ങിക്കണോ അല്ല, നല്ല നൂന്ന് നിന്ന് ഇടി വാങ്ങിക്കണ ഒരു നടൻ. അവസാനമൊക്കെ സ്കൂളിൽ, അയ്യോ എൻ്റെ പൊന്നോ, സ്കൂളിൽ യുദ്ധം. സ്കൂളിൽ മറ്റേ ബോൾ എറിയണ, മറ്റേ ബോൾ ലോഞ്ച് ചെയ്യണ സാധനമില്ല, നമ്മൾ ബൗളിംഗ് പ്രാക്ടീസിന് പിള്ളേർ ചെയ്യണ സാധനം, അത് വെച്ച് കല്ലൊക്കെ ചെയ്യണടേ. കല്ലൊക്കെ ഇങ്ങനെ എറിയിപ്പിക്കണ്. പിള്ളേരൊക്കെ അമ്പും വില്ലും വെച്ച് ആൾക്കാരെ വിടണ്. എൻ്റെ പൊന്നണ്ണാ, ഞാൻ തിയേറ്ററിൽ എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ലടേ സെക്കൻഡ് ഹാഫൊക്കെ. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ഹൈ വരും. ഇടിയൻ ചന്തു വേറെ ലെവൽ ഇടിയായിരിക്കും. ഞാൻ RDX സിനിമയെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. RDXലും വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും അൻപരിവെന്ന് പറയുന്ന ആക്ഷൻ കോറിയോഗ്രാഫേഴ്സിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ആ കോളനിയിലുള്ള ഫൈറ്റ് സീക്വൻസ്, ആ ബോട്ടിലുള്ള ഫൈറ്റ് സീക്വൻസ്, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതിടെ അൻപരിവ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, അവരൊരു ടച്ച് ഉണ്ടെന്ന്. ഇവിടെ എവിടെയാണുള്ള പീറ്റർ ഹെയ്ന് വന്നിട്ട് കൂട്ടാടി. ഈ സിനിമയിലെ കൂട്ടാടിയേം കാട്ടിൽ എന്ത് ഫാർ ബെറ്റർ ആയിട്ടാണ് അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് പീറ്റർ ഹെയ്ൻ്റെ പടമാണ്. ഇത് ഗംഭീര ആക്ഷൻ സീക്വൻസ് കാണാൻ. ഞാൻ ഇവിടെ ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഞാൻ പറയാം അത് പിന്നെ വേറൊരു കാര്യം, ഓരോ മനുഷ്യരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഓരോ സിനിമകളും ഫുഡും നോവൽസും ബുക്കും ഒക്കെ മാറും. ഇപ്പോൾ ഞാൻ സിനിമ ആസ് എ ഓഡിയൻറ്റ് ഞാൻ കണ്ടതാണ് ഞാൻ വന്ന് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ എനി കൈൻഡ് ഓഫ്, നമുക്കൊരു ത്രില്ലില്ല, നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. ഒരു വിറ്റുണ്ട് കേട്ടോ, അയ്യോ ഇതിൽ അവൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് അഭിനയിക്കണം. ആ പെങ്കൊച്ചിനെയൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് സംവിധായകൻ ഇത് ഓക്കെ ഷോട്ട് എന്ന് പറയുന്നതല്ലേ ഓക്കെ ഷോട്ട്. അയാളാണ് ഒരു നടനെ ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനത്തെ ഇപ്പം ഒരു സ്റ്റെപ്പ് തരണം, ഒരു സ്റ്റെപ്പ് ഡൗൺ തരണം, എനിക്ക് ആ എക്സ്പ്രഷൻ അങ്ങനെ പറയുന്നത് ഡയറക്ടറാണ്. അയാൾ ഓക്കെ അടിച്ചതാണ് ആ പെങ്കൊച്ച് അഭിനയിച്ചത്. ഇതിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ പൊന്നു ബ്രോ, ആ ക്യാരക്ടറിന് സംഭവം സംഭവിക്കും. ഞാൻ ഇങ്ങനെ സമാധാനം എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ആലോചിച്ച് നോക്കിയാണ്, നമുക്ക് സങ്കടം തോന്നേണ്ട അടുത്ത് നമുക്കത് തോന്നണില്ല. മനസ്സിലായില്ല? അതാണ് സംഭവം എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ ആ ക്യാരക്ടർ. ഐ എം വെരി സോറി ടു സേ ദിസ്. ഞാൻ പോലും അഭിനയിച്ചവരെയൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ ഒരു സിനിമ ഒരിക്കലും നമുക്ക് അഭിനയിച്ചവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യണമായിരുന്നു. നിങ്ങൾ
അങ്ങനെ അവർ നിങ്ങൾ പറഞ്ഞതുപോലെ അവർക്ക് അത് ഒപ്പിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം അതിനാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു ഡയറക്ടറാണ് ഒരു ഓക്കെ ഷോട്ട് അടിക്കുന്നത്, അതായത് ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞ് സാധനം കട്ട് ചെയ്യണത് ഒക്കെ ഡയറക്ടറാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഐ തിങ്ക് സോ. എന്താണ് ഞാൻ ഇപ്പോൾ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ഒരു ഡയലോഗ് പോലും ഇല്ല സിനിമയിൽ. വിരലിലെല്ലാവുന്ന ഡയലോഗ്സൊക്കെ ഉള്ളൂ. കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊക്കെ സിനിമ എടുത്ത മനുഷ്യനാണ് കേട്ടോ. അത് അത്യാവശ്യം പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മാർഗം കളി ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. എന്ത് പറ്റിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. എടുത്ത് പറയാനായിട്ട് ഒന്നും ഇല്ലടേ. എനിക്ക് ഇങ്ങനെ ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളരെ ബ്ലാൻഡ് ആയിട്ടുള്ളൊരു സാധനം പറയുന്നത്. ഐ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ ദുബായ് വെച്ച് തന്നെ ഞാൻ 2-3 പേരെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വർക്കായെന്ന് പറഞ്ഞു. അപ്പം ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് മൂവി. വർക്കാവുന്ന പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി നമുക്ക് ഒരുപാട് ബെഞ്ച് മാർക്ക് പടങ്ങളൊക്കെ വന്ന് നിൽക്കണമുണ്ടായിരിക്കുക. നമ്മൾ പെട്ടെന്ന് പീറ്റർ ഹെയ്ൻ കണ്ടപ്പം നമ്മൾ എന്തോ പീറ്റർ ഹെയ്ൻ എന്തൊരു വലിയ സാധനം കാണാമെന്നുള്ള രീതിയിലൊക്കെ പോയതുകൊണ്ടാണ് എനിക്ക് ഒട്ടും വർക്കായില്ല പടം. ബാക്കിയുള്ളത് നിങ്ങളിഷ്ടം കണ്ടവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ബിക്കോസ് നിങ്ങളുടെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോ കാണുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കമൻറ്റ് ബോക്സിൽ നോക്കി സിനിമയെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ അത് നിങ്ങൾ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹിഡിയൻ ജന്തുവിനെ പറ്റി